ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്ന് നെറ്റിപ്പട്ടം മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നെറ്റിപ്പട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? ഉത്സവങ്ങൾക്ക് മറ്റും എഴുന്നള്ളിക്കുന്ന ആനകളെ അലങ്കരിക്കുന്ന പ്രത്യേക ആഭരണമാണ് നെറ്റിപ്പട്ടം. ആനയുടെ നെറ്റിയിലാണ് ഇത് അണിയിക്കുന്നത്. ചെമ്പും സ്വർണവും ഉപയോഗിച്ചുണ്ടാക്കുന്ന നെറ്റിപ്പട്ടം കേരളത്തിൻ്റെ തനതായ പാരമ്പര്യമാണ്. ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ് നെറ്റിപ്പട്ടവും മുത്തുക്കുടയും. ചൂരൽപ്പുലി, നാഗപടം, വണ്ടോട് എന്നിങ്ങനെ വിവിധ തരം നെറ്റിപ്പട്ടങ്ങൾ പാരമ്പര്യമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്നുണ്ട്. നെറ്റിപ്പട്ടം എന്ന് പറയുന്നുവെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇതിനെ അറിയപ്പെടുന്നത് തലേക്കെട്ട് എന്നാണ്. ഇനി പേരിന് പിന്നിലുള്ള ഐതിഹ്യം നോക്കാം. നെറ്റിപ്പട്ടം എന്നത് പാലി ഭാഷയിൽ നിന്ന് ആദേശം ചെയ്യപ്പെട്ട പദമാണ്. പാലിയിൽ പട്ടം എന്നാൽ ഇല എന്നാണ് അർത്ഥം. ഇനി ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരണം കൂടെ നമുക്കറിയാം. പ്രത്യേക സ്ഥാനം നൽകുന്നതിന് ബുദ്ധമതക്കാരുടെ ആചാരപ്രകാരം ആലില നെറ്റിയിൽ ബന്ധിക്കുമായിരുന്നത്രേ. ഇതിനെ പട്ടം കെട്ടുക എന്നാണ് പറയുന്നത്. ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന ആനകളെയും പ്രത്യേകമായി പട്ടം കെട്ടിയിരുന്നു. അലങ്കാരങ്ങൾക്കൊപ്പം ആലില കെട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ആലിലയുടെ സ്ഥാനത്തിന് പകരം ആഭരണത്തിന് നെറ്റിപ്പട്ടം എന്ന പേർ വന്നു ചേരുകയായിരുന്നു. കേരളത്തിലെ തൃശ്ശൂരാണ് ഭൂരിഭാഗം നെറ്റിപ്പട്ടത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നത്. തൃപ്പൂണിത്തുറയിലുമാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. തുണിയിലും ചാക്കിലും നിർമ്മിച്ച പ്രത്യേക ആകൃതിയിലുള്ള ഒരു ആവരണത്തിൽ പല ആകൃതിയിലുള്ള ലോഹത്തിലുള്ള രൂപഭാവങ്ങൾ തുന്നിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. രൂപഭാവങ്ങൾ ചെമ്പിലാണ് പൊതുവെ നിർമ്മിക്കപ്പെട്ടിരുന്നത്. വളരെ അപൂർവമായി പിച്ചളയിലും ഇക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ചെമ്പിൽ നിർമ്മിച്ച ഇവയെ സ്വർണം പൂശിയോ അല്ലെങ്കിൽ സ്വർണം പതിച്ചോ ആണ് ഉപയോഗിക്കുന്നത്. വളരെയധികം മിനുക്കുപണികൾ ഈ ഭാഗങ്ങൾക്ക് ഉണ്ട്. ചന്ദ്രക്കലാകൃതിയിലുള്ള 11 എണ്ണം, കൂമ്പൻ കിണ്ണം എന്നറിയപ്പെടുന്ന മുനയാകൃതിയിലുള്ളവ 1 എണ്ണം, വട്ടക്കിണ്ണം 2 എണ്ണം, എടക്കിണ്ണം ചെറിയത് 37 എണ്ണം, നിറക്കിണ്ണം 40 എണ്ണം, ചെറുകുമിള 5000 എണ്ണം, കലഞ്ഞി 1 എണ്ണം എന്നിവയാണ് നെറ്റിപ്പട്ടത്തിന് വേണ്ടത്. ത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു അലങ്കാര വസ്തു എന്നതിലുപരി ഇതിന് കുറച്ച് സങ്കല്പങ്ങൾ കൂടിയുണ്ട് കേട്ടോ. പാർവതി, ലക്ഷ്മി, വിശ്വാമിത്ര, വിശ്വകർമ്മ, നവഗ്രഹങ്ങൾ, സരസ്വതി, ത്രിമൂർത്തികൾ, തൃക്കണ്ണ് എന്നും പറയും. ബാക്കി കാണുന്ന കുമിളകളും അലങ്കാര വസ്തുക്കളും എല്ലാം നക്ഷത്ര സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നത്. വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ചിട്ടാണ് ചുറ്റുമുള്ള അലങ്കാരങ്ങൾ, അതായത് വിവിധ നിറത്തിലുള്ള അലങ്കാരങ്ങൾ, പച്ച, ചുവപ്പ്, നീല, മഞ്ഞ തുടങ്ങിയുള്ള അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത് വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ചിട്ടാണ്. അഷ്ടവസുക്കൾ, മൂലഗണപതി. ഇനി മുകളിൽ കാണുന്ന 5 കുമിളകളും അതിന് നേരെ താഴുന്ന 2 കുമിളകളും സപ്തർഷികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഉത്സവത്തിന് തിടമ്പേറ്റിയ ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. തിടമ്പേറ്റിയ ആനയ്ക്ക് ആയിരിക്കും ചൂരൽപ്പുലി നെറ്റിപ്പട്ടം. ആ തിടമ്പേറ്റിയ ആനയുടെ ഇരുവശവും നിൽക്കുന്ന, അതായത് അപ്പുറവും ഇപ്പുറവുമുള്ള ആനകൾക്ക് നാഗപടം ആണ് ഉപയോഗിക്കുന്നത്. ഓരോ നെറ്റിപ്പട്ടത്തിനും ഐതിഹ്യമനുസരിച്ച് അവയുടെ ആഭരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നെറ്റിപ്പട്ടത്തിൽ കാണുന്ന ചന്ദ്രക്കല ശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് 11 എണ്ണം വേണമെന്നാണ് കണക്ക്. ഇനി നെറ്റിപ്പട്ടത്തിൻ്റെ താഴെ കാണുന്ന ഏറ്റവും അടിയിലുള്ള ഭാഗത്തിന് പറയുന്നത് കാളാഞ്ചി എന്നാണ്. നെറ്റിപ്പട്ടത്തിന് ചേർന്ന് ആനയുടെ മുകളിലിടുന്ന തുണി, അതിന് പറയുന്നത് കറ്റ എന്നാണ്. ഇത് എപ്പോഴും വെളുത്ത നിറത്തിലുള്ളത് ആയിരിക്കും. ഇനി നെറ്റിപ്പട്ടം വീട്ടിൽ വയ്ക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാം. ഇത് ഒരു അലങ്കാരമായിട്ടല്ല നമ്മൾ വീട്ടിൽ നെറ്റിപ്പട്ടം വെക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം ദൈവങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ ഈ നെറ്റിപ്പട്ടത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു അഥവാ വിശ്വസിക്കുന്നു. വീടുകളിൽ നെറ്റിപ്പട്ടം വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.